നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിലെ വിശദാംശങ്ങൾ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ഈ വ്യക്തി ശക്തമായ തിരിച്ചടികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങളോടൊപ്പം. അപ്പോൾ സത്യത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? ഈ വ്യക്തി ഇപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണുള്ളത്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ പ്രണയബന്ധത്തിന്റെ പ്രാധാന്യം ഈ വ്യക്തി അറിഞ്ഞിട്ടുണ്ടോ? അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പ്രപഞ്ചശക്തി അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായി ശ്രമിക്കുക. ഇന്നത്തെ വായനയിൽ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെയധികം എക്സ്ട്രോവേർട്ട് ആണ്. മറ്റുള്ളവരുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലാവുകയും മറ്റുള്ളവരുമായി വളരെ പെട്ടെന്ന് തന്നെ ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന അത്തരം ഒരു സ്വഭാവ രീതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് എപ്പോഴും ഫാന്റസി ലോകത്തിലൂടെയാണ് ജീവിക്കുന്നത്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി പലപ്പോഴും ഇമ്മെച്യൂരിറ്റി കാണിച്ചിട്ടുണ്ട്. അതായത് പക്വതയില്ലായ്മ. നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വരുമ്പോൾ പിന്നീടാകാം, പിന്നത്തേക്ക് മാറ്റിവെക്കാം, പിന്നീട് എപ്പോഴെങ്കിലും തീരുമാനിക്കാം എന്നിങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ മനോഭാവത്തിലേക്കുമാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. ഈ വ്യക്തിക്ക് എപ്പോഴും ഈ വ്യക്തിയുടെ സുഹൃത്തുക്കളും ചുറ്റിനുമുള്ള മറ്റു പല വ്യക്തികളും കൂടെ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളും ഒക്കെയായിരുന്നു. അവരാണ് അല്ലെങ്കിൽ അവരോടാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അവർ പറയുന്നത് കേൾക്കുവാനും അവർ പറയുന്നത് അനുസരിക്കുവാനും ഒക്കെയാണ് ഈ വ്യക്തിക്ക് താല്പര്യമുണ്ടായിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടുന്നത്ര ശ്രദ്ധയോ നിങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്യാനോ നിങ്ങളെ സംരക്ഷിക്കുവാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പണത്തിന്റെ പിന്നാലെ പോവുക, താൻ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും കൂട്ടുകാർ പറയുന്നത് അനുസരിച്ചുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോവുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ വിള്ളലുകൾ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റക്കാർ, അതായത് ചില വ്യക്തികൾ നിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്താതെ അവർക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ, അത്തരം വ്യക്തികളുടെ വരവോടുകൂടി ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത്. അതിലാദ്യമൊക്കെ നിങ്ങൾ ഈ വ്യക്തിയെ വാർണിംഗ് ചെയ്തു, വാർണിംഗ് സിഗ്നൽ കൊടുത്തു. ഈ വ്യക്തിക്ക് പല തരത്തിലും താക്കീത് നൽകി. വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു, ഉപദേശിക്കാനൊക്കെ നോക്കി. പക്ഷെ ഈ വ്യക്തി അത് മനസ്സിലാക്കുവാനോ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുവാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും നന്നായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും നിങ്ങളെ വേണമായിരുന്നു. അത് പണത്തിന്റെ പേരിലാണെങ്കിലും എല്ലാ തരത്തിലും. പക്ഷേ ഒരാത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തി പുറകിലേക്കായിരുന്നു. പലപ്പോഴും സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തു മാത്രമാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും ബന്ധങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള പ്രാധാന്യം ഈ വ്യക്തി കൊടുത്തിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തി എപ്പോഴും പണത്തിന്റെയും പ്രതാപത്തിന്റെയും അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ് സത്യമെന്നും അതിൻ്റെതായ മനോഹാരിതയിൽ നടക്കുകയും ആകർഷണത്തോടു കൂടി നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലതും
തേടിപ്പോയി. നിങ്ങളെ വേണ്ടാന്ന് വെച്ചും നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ചും ഈ വ്യക്തി ദൂരേക്ക് തേടിപ്പോയ സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അത് പണത്തിന്റെ പിന്നാലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള, സ്നേഹം തരുന്ന, അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെക്കാൾ എന്തുകൊണ്ടോ മെച്ചപ്പെട്ടിട്ടുള്ള മറ്റുള്ള വേറെ പ്രണയബന്ധം എനിക്ക് ലഭിക്കും, ഇതിനേക്കാൾ മെച്ചപ്പെട്ട, ഇതിനേക്കാൾ നല്ല രീതിയിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന വേറെ പ്രണയബന്ധം എനിക്ക് ലഭിക്കും എന്നുള്ള അഹങ്കാരത്തോടു കൂടിയൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ വഴി ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുവാനും നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനും ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ എന്ത് നേടി. അതായത് നിങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളെ വേണ്ടാന്ന് വെച്ചു, നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കിയില്ല, നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയില്ല. ഈ വ്യക്തി എന്താണ് നേടിയത്, ഈ വ്യക്തി അതിൽ നിന്നും എന്ത് നേടി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി പലപ്പോഴും തളർന്നു പോവുകയാണ്, തകർന്നിരിക്കുകയാണ്. കാരണം നല്ലവരാണ് എന്ന് വിചാരിച്ചിരുന്ന പലവരും മോശക്കാരായിട്ടാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത്. ഈ വ്യക്തിയുടെ പണത്തിന് വേണ്ടിയും, ഈ വ്യക്തിയുടെ കൈകളിലുള്ള സ്വത്തുക്കളോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് മറ്റു പലവരും ഈ വ്യക്തിയുടെ കൂടെ കൂടിയത് എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇവിടെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. ഇവിടെ ഒരു പുനർജന്മത്തിന്റെ ആവശ്യകതയുണ്ട്. കാരണം ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം കൊണ്ടും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ഈ വ്യക്തിയുടെ പുറകെ പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് ദൂരേക്ക് നടന്നു നീങ്ങിയത്. ഇനിയും വേദനിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് നിങ്ങൾ 4 ദിക്കിലെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരായി പറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ചട്ടക്കൂടുകളിൽ നിന്നും, ഈ വ്യക്തിയുടെ കാപട്യ മുഖത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തേക്ക് കടന്നു വന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ അങ്ങനെ ചെയ്തത് നന്നായി. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സേഫ് ആക്കാൻ സാധിച്ചു. നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്കും യഥാർത്ഥ മനസ്സിലേക്കും മാനസിക അവസ്ഥയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ അവിടെ നിങ്ങൾ വിജയിച്ചു. പക്ഷെ അവിടെ തോറ്റുപോയത് ഈ വ്യക്തിയാണ്. കാരണം ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത് ഭൗതിക സുഖങ്ങളുടെ പുറകെ പോയിട്ട് തനിക്ക് എന്ത് ലഭിച്ചു, താൻ എന്ത് നേടി, തനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്, ഇതിനെക്കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാലാഖമാർ പറയുന്നത് ഈ വ്യക്തി ഉറപ്പായും നിങ്ങളുമായി കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി, അതായത് സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കുവാൻ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒത്തുതീർപ്പാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. അതായത് ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ കാല് പിടിക്കാനും അപേക്ഷിക്കുവാനും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനവും കണ്ടീഷൻസും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം, നിങ്ങളുടെ ഡിമാൻഡ്സ് പറയാം, നിങ്ങളുടെ റെസ്ട്രിക്ഷൻസ് പറയാം, എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. അങ്ങനെയാണ് പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള അവസരം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിർത്തുകയാണ്. എന്തായാലും പശ്ചാത്താപങ്ങളിലൂടെ, അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്റെ നിഴലിലൂടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് അത്രമാത്രം ദുഃഖമുണ്ട്, അത്രമാത്രം തിരിച്ചറിവുകളാണ് ഈ വ്യക്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.